വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കംഫർട്ട് സോണാണ്. പ്രത്യേകിച്ച് നമ്മൾ ജനിച്ച വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അതുമായിട്ട് വർഷങ്ങളോളം ഉള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് ആലപ്പുഴയിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടീമിൻ്റെ വീട് കുറച്ച് പഴയൊരു വീടാണ്, അത് അവർ ഡിമോളിഷ് ചെയ്യാൻ പോവുക, അത് പൊളിച്ച് മാറ്റാൻ പോവാണ്. അപ്പോൾ അവർക്ക് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാം. ഇപ്പോൾ 70 വർഷമാകുന്നു ഞാൻ ഇവിടെ വയ്ക്കുമ്പോൾ എനിക്ക് ആ ഒരു 5-6 മാസം പ്രായമുള്ളൂ. അതങ്ങനെയാണ് ശിവകുമാർ, വീട്ടുപേര് ശിവസദനം, അങ്ങനെയൊക്കെ വന്നത്. ഞാൻ വളരെ ചെറുതായിരുന്നപ്പം ഫോണിൻ്റെ ബെല്ലടിപ്പിച്ചാണ് എന്നെ അന്ന് കരച്ചിലൊക്കെ മാറ്റുന്നത്. അതായത് വീട് വയ്ക്കുമ്പോൾ ഈ വീട്ടിൽ ഫോണുണ്ട്. അച്ഛൻ ജേർണലിസ്റ്റായിരുന്നു, പത്രപ്രവർത്തകനായത് കാരണം അന്ന് ഫോണുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലം വളർന്നു വന്നത്. എൻ്റെ ഒരു ഇളയ സിസ്റ്റർ ഈ വീട്ടിലാണ് ജനിച്ചത്. അങ്ങനെ ആണ്. പിന്നെ ഞങ്ങൾ 5 പേരാണ്. എല്ലാവരും ഇവിടെ വളരെ ചെറുപ്പത്തിൽ ഒന്നിച്ചൊക്കെ ജീവിച്ച് വന്നതാണ്. അപ്പം ഞാൻ 4ാമത്തെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയി. അച്ഛൻ മരിച്ചുപോയി. 2010 അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും വേറെ വേറെയൊക്കെ ആയി. ഞാനായിരുന്നു ഈ കുടുംബത്ത്. ഇപ്പോൾ അത് ഇങ്ങനെ മക്കളെ ഒക്കെ ഒന്ന് പൊളിക്കിച്ച് വേറെ വെക്കാനുള്ള ഒരു സംവിധാനം ആയപ്പം പിന്നെ ഇത് പൊളിക്കാൻ തീരുമാനിക്കും. അങ്ങനെയൊക്കെ പോകും. നമ്മുടെ വീടിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ റിസപ്ഷൻ ഷൂട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ ഷൂട്ടിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ കഴിഞ്ഞൊരു ഷൂട്ടിന് ഞാൻ വന്നപ്പോൾ നോക്കി വെച്ചിരുന്ന ഒരു ആൻറ്റിക് ഷോപ്പുണ്ട്. അവിടെ വന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറണം, പുതിയ എന്തെങ്കിലും ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അന്ന് ഞാൻ നോക്കി വെച്ചിരുന്ന 1-2 സാധനങ്ങളുണ്ട്, അതുകൊണ്ടൊന്ന് വാങ്ങിക്കണം. ആദ്യം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസപ്ഷൻ ഷൂട്ടിലോട്ട് പോകാം. ഇത് എത്ര വർഷം വഴക്കുള്ളതായിരിക്കും ചേട്ടാ? ഒരു 35-40 കൊല്ലം പഴക്കമുള്ള ക്യാമറയാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചത് 500 രൂപയ്ക്കാണ്. ഇപ്പം നമ്മൾ നമ്മുടെ റിസപ്ഷൻ്റെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 5:30 ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ടൈം 5 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത് വെക്കുക. അതാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫോട്ടോഗ്രാഫി സെഷനിലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഔട്ട് കിട്ടിയിട്ടുണ്ട്. മെയിൻ റീസൺ എന്ന് വെച്ചാൽ അത്രത്തോളം നല്ല കപ്പിളായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കപ്പിളായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വർക്ക് എടുത്തത്. അവർക്ക് ആവശ്യം പോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വർക്കിൽ അടുത്ത ഡീറ്റെയിൽസുമായിട്ടാണ്. ഓക്കെ, ബൈ.